വെൽക്കം. ഇന്ന് പറയാൻ പോകുന്നത് 10 റൂൾസ് ഫോർ മേക്കിംഗ് യുവർ ഫസ്റ്റ് മില്യൺ. നിങ്ങളുടെ ആദ്യത്തെ ഒരു മില്യൺ ഉണ്ടാക്കുവാനായിട്ടുള്ള 10 റൂളുകളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത്. ചില പുസ്തകങ്ങളും പോഡ്കാസ്റ്റുകളും എക്സ്പേർട്ട് സജഷൻസും എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്താണ് ഈ 10 ആശയങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ആശയം, സേ യെസ് ഫോർ എവരിത്തിങ്, ലേറ്റർ നോ ടു എവരിത്തിങ്. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നാം എല്ലാത്തോടും യെസ് പറയുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ അവസരങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പല ഈവൻറ്റുകൾ പങ്കെടുക്കുന്നതാകാം, പലരോട് സംസാരിക്കുന്നതാകാം, പല പുസ്തകങ്ങൾ വായിക്കുന്നതാകാം, പല കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതാകാം. എല്ലാ ഓപ്പർച്യൂണിറ്റീസും പോസിറ്റീവായി എക്സ്പ്ലോർ ചെയ്യുവാനായി തീർച്ചയായും നാം ശ്രമിക്കേണ്ടത് തുടക്കകാലങ്ങളിൽ വളരെ ആവശ്യമാണെന്നുള്ളതാണ് ഈ ചിന്തകൾ പറയുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മാക്സിമം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുവാനും പല ബിസിനസ്സിനുള്ള പല ഓപ്പർച്യൂണിറ്റീസിനുള്ള ത്രെഡും ലീഡ്സും ഉണ്ടാക്കുവാനായി സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ്, സ്റ്റിക്ക് ടു വൺ ഫിലോസഫി. ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് സ്ട്രിക്റ്റായി എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡിസിപ്ലിൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഫോക്കസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഫിലോസഫിയെ തീർച്ചയായും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട്, അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായും നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആദ്യത്തെ 1 മില്യൺ നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. മൂന്നാമത്തെ ചിന്ത, മാസ്റ്റർ ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എവിടെയായിരിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, എന്താണോ അവസരം, അതിൽ നിന്ന് മാക്സിമം നാം ഗെയിൻ ചെയ്യുവാൻ ലിവറേജ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അത് ചിലപ്പോൾ സമയമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, മണി ആയിരിക്കാം. അതിൽ നിന്ന് മാക്സിമം എങ്ങനെ ലിവറേജ് എടുക്കുവാൻ ശ്രമിക്കുമെന്ന് നാം ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യം, ഹാവിങ് എ ഹൈ ക്രെഡിറ്റ് സ്കോർ ഇൻ യുവർ ലൈഫ്. ക്രെഡിറ്റ് സ്കോർ നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും ലോൺ എടുക്കുന്നവർക്കും എല്ലാം ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഉണ്ട്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മുടെ വാല്യൂസാണ്. നമ്മുടെ എത്രമാത്രം റിലയബിളാണ് നാം എന്നുള്ളത്. നമ്മെ ഒരു ബിസിനസ് ഏൽപ്പിച്ചാൽ, ടാസ്ക് ഏൽപ്പിച്ചാൽ, സർവീസ് ഏൽപ്പിച്ചാൽ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്നും കൂട്ടുവാനായി നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് റിച്ച് ആകുവാനുള്ള വഴികളിൽ ഒന്ന് എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, സ്പെഷ്യലൈസ് ഫസ്റ്റ് ദെൻ ജനറലൈസ്. ഒരു ഏരിയയിൽ, ഒരു ഡൊമൈനിൽ, ഒരു സെക്ടറിൽ, ഒരു വിഷയത്തിൽ നാം ആദ്യം സ്പെഷ്യലൈസ് ചെയ്യുക. അങ്ങനെ സ്പെഷ്യലിസ്റ്റായി നാം ഒരു സെലിബ്രിറ്റി ആയാൽ, എക്സ്പേർട്ടായി ലോകം അറിയപ്പെട്ടാൽ പിന്നീട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആറാമത്തെ കാര്യമാണ് പ്രോസ്പെക്റ്റ്. പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ നമ്മുടെ എൻഡ് യൂസറിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന ആ പ്രോസസ്സ്, അതിൽ വളരെ അഗ്രസീവായിരിക്കുക. നമുക്ക് ഏതെല്ലാം തരത്തിൽ നമ്മുടെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കസ്റ്റമേഴ്സ്, ക്ലയൻസിനെ കണ്ടെത്തുവാൻ സാധിക്കും. അതെപ്പോഴും പ്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ ചെന്നാലും ഏത് അവസരം കിട്ടിയാലും നമ്മുടെ പ്രൊഡക്റ്റ് സർവീസിനെ മാർക്കറ്റ് ചെയ്യുന്ന, പ്രോസ്പെക്റ്റ് ചെയ്യുന്ന കറക്റ്റ് കസ്റ്റമേഴ്സിനെ, ക്ലയൻസിനെ കണ്ടെത്തുവാനുള്ള സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏഴാമത്തെ കാര്യമാണ് റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ്. ഫൈൻഡ് യുവർ റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ്. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന സർവീസിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പോസിറ്റീവായി ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ആ മേഖലയിൽ ഇൻഫ്ലുവൻസേഴ്സുമായി കണക്റ്റ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക. എപ്പോഴും അവരുമായി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും ആദ്യ മുന്നിലേക്ക് എത്തുവാനുള്ള യാത്രയിൽ നിങ്ങൾക്ക് ധാരാളം സഹായവും ഗുണവും കിട്ടുമെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. എട്ടാമത്തെ കാര്യം, റൈറ്റ് ഹാബിറ്റ്സ്. കൃത്യമായ ഹാബിറ്റ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ ഫോക്കസിനെ കുറിച്ച് പറഞ്ഞു, കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റൈറ്റ് ആയിട്ടുള്ള ഹാബിറ്റ്, മില്യണേഴ്സ് ഹാബിറ്റ്, $1 മില്യൺ ഹാബിറ്റ്സ്, റിച്ച് മാൻസ് ഹാബിറ്റ്, ധാരാളം പുസ്തകങ്ങളും ധാരാളം വിഷയങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റൈറ്റ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ മില്യണറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഒമ്പതാമത്തെ കാര്യം, സേവ് മണി ദെൻ റൈസ് യുവർ ഇൻകം. അനാവശ്യമായ സ്പെൻഡിങ് ഒഴിവാക്കുക. ഒപ്പം തന്നെ എങ്ങനെ ഇൻകം കൂട്ടാം, എങ്ങനെ വരുമാനം കൂട്ടാം എന്നുള്ള ചിന്ത നമ്മിൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. സേവ് മണി ആൻഡ് റൈസ് യുവർ ഇൻകം എന്നുള്ള ചിന്ത തീർച്ചയായും നാം ഓർത്തിരിക്കുന്നത്. പത്താമത്തെ അവസാനമായ ചിന്തയാണ്, അവോയ്ഡ് ഓൾ കൈൻഡ് ഓഫ് നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാകാം. ചില കൂട്ടുകാരായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇൻ്റർനെറ്റ് ആയിരിക്കാം, ചില ചാനലുകളോ സൈറ്റുകളോ ആയിരിക്കാം, ചില പ്രത്യേക ശീലങ്ങളായിരിക്കാം. അതിനോട് കംപ്ലീറ്റായി നോ പറഞ്ഞില്ല എങ്കിൽ അത് പതിയെ നമ്മെ നശിപ്പിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
നിങ്ങൾ മില്യണർ ആകാനുള്ള യാത്രയിൽ അത് തടസ്സമായിരിക്കും. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസിന് എന്ത് വില കൊടുത്തും ഒഴിവാക്കുമെന്നുള്ള ശക്തമായ തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു മില്യണർ ആകുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ഇത് സാധ്യമാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് അധികാരം? പക്ഷേ ഈ റൂളുകൾ ഫോളോ ചെയ്ത് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിച്ചതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. 10 റൂൾസ് ഫോർ മേക്കിംഗ് യുവർ ഫസ്റ്റ് മില്യൺ. ഇത് പറഞ്ഞിരിക്കുന്നത് വിജയിച്ച ആളുകൾ, നേടിയ ആളുകളും അനുഭവമുള്ളവരുമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.